ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പുരുഷന്മാർ ആദ്യമായിട്ട് സ്ത്രീകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്കും അവരാദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു 8 കാര്യങ്ങളുണ്ട്. ഈ 8 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ടച്ചാണ്. അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആദ്യമായിട്ട് ഒരു പുരുഷനെ കാണുമ്പോൾ എങ്ങനെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ചിലരുണ്ട് ഇങ്ങനെ ചേർന്ന് പോയി നിൽക്കും, അതായത് ഭയങ്കര ക്ലോസ് ആയിട്ട് പോയി നിന്ന് സംസാരിക്കുന്നവരുണ്ട്. ഈ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ അവരുടെ മേത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ പൊതുവെ പുരുഷന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ആരും ആരുടെ മേത്തൊന്നും തൊടാതെ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിക്കുമല്ലോ, ആ രീതിയിലുള്ള പെൺകുട്ടികളെയാണ് ഒട്ടുമിക്ക പുരുഷന്മാർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അതല്ലാതെ ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ്, അയാൾ കുറച്ച് ഫ്രണ്ട്ലിയാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ മേത്തൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ ആർക്കും ഇഷ്ടമല്ല. ഇതാണ് പുരുഷന്മാർ ആദ്യമേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ടച്ച്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ് എന്ന് മാത്രമാണ്. അതായത് നിങ്ങളുടെ ഐസ്. ചിലരുണ്ട് ഇങ്ങനെ വലിയ കണ്ണുകളൊക്കെയുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടക്കണ്ണി എന്നൊക്കെ വിളിച്ച് നടക്കുമല്ലോ, അവർക്കിങ്ങനെ വലിയ കണ്ണൊക്കെയുള്ള പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ചിലർ നോക്കുന്നത് മുടിയായിരിക്കും, നല്ല കറുത്ത മുടി, നല്ല ഇറക്കത്തിൽ കളറൊന്നും ചെയ്യാത്ത ഇങ്ങനെ മുടിയുള്ള പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നോക്കുന്നവരുടെ സ്കിൻ കളറാണ്. ചിലരുണ്ട് നല്ല ഫെയർ ആയിട്ടുള്ള നല്ല വെളുത്ത പെൺകുട്ടികളായിരിക്കും ഇഷ്ടം. ചിലർക്കാണെങ്കിൽ കളറൊക്കെ കുറഞ്ഞ ആ ഒരു ടൈപ്പ് പെൺകുട്ടികളായിരിക്കും ഇഷ്ടം. അതായത് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. വെളുത്തവർ ഇഷ്ടമുള്ളവരുണ്ട്, അതായത് കറുത്തവർ ഇഷ്ടമുള്ളവരുണ്ട്, ഇരുനിറം വേണം അങ്ങനെയൊക്കെ നോക്കി നടക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്കറിയാം എല്ലാവരും പല കളറുള്ളവരാണല്ലേ, പല സ്കിൻ ടോണാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ സൗന്ദര്യമൊക്കെ ഒന്ന് സംരക്ഷിക്കണം. അതായത് നിങ്ങൾ മാക്സിമം വൃത്തിയായിട്ട് നടക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ള സ്കിന്നും കളറും കാര്യങ്ങളൊക്കെ മതി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്കും വെടിപ്പിനും നടക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. അതായത് ബോയ്സ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ് എന്ന് മാത്രമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിക്ക് നടക്കുക, കണ്ണൊക്കെ എഴുതുക, അല്ലെങ്കിൽ ഹെയറൊക്കെ നല്ല വൃത്തിയായി കൊണ്ട് നടക്കുക. ഇതൊക്കെയാണ് ഗേൾസ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഡ്രസ്സിങ് എങ്ങനെയാണ് എന്നാണ്. അതായത് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഒക്കെ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട്ണർ എന്ത് ടൈപ്പുള്ള ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്കാണെങ്കിൽ ചുരിദാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് ജീൻസൊക്കെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സാരി ആയിരിക്കും ഇഷ്ടം. ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് നിങ്ങൾ ഇടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ആൺകുട്ടികൾ ശ്രദ്ധിക്കുന്നതാണ്. ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നിരുന്നാലും ഓരോരുത്തർക്ക് അവരുടേതായ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇടണ്ട, ഇങ്ങനത്തെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കും ഉണ്ടാവും. നമ്മളെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ കംഫോർട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും ഇതൊക്കെ എല്ലാ ബോയ്സും നോക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മൂന്നാമതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മൈലാണ്. നന്നായിട്ട് പല്ലൊക്കെ കാണിച്ചിരിക്കുന്ന പെൺകുട്ടികളെ ഒട്ടുമിക്ക പുരുഷന്മാർക്കൊക്കെ ഇഷ്ടമാണ്. അതായത് പെൺകുട്ടികൾ നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും ഒട്ടുമിക്ക ബോയ്സിനും ഉള്ളത്. നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പല്ലിറുമുക, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക, ഇങ്ങനെ ചിരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പെൺകുട്ടികളെ പൊതുവെ ബോയ്സിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. മറിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നന്നായി ചിരിച്ച് സംസാരിക്കുന്ന ഇതൊക്കെയായിരിക്കും ഒട്ടുമിക്ക ആൺകുട്ടികൾക്കും നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ചിരിക്കുക. ഇതാണ് നിങ്ങൾ നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് തന്നെയായിരിക്കും ബോയ്സ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അവർ നോക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്പീക്കിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഗേൾസ് പൊതുവെ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അവർക്കൊരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരുപാട് വലുതാക്കിയിട്ടായിരിക്കും അവർ പറയുക, കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് ബോയ്സും. അതായത് അവർക്ക് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ
എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് പെൺകുട്ടികൾ നല്ല രീതിക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ബോയ്സും അത് ശ്രദ്ധിക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നതാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കുന്നത്, ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ. അതായത് നിങ്ങളുടെ ഈ നടത്തം, സംസാരം, ഇതെല്ലാം ഓവർ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എല്ലാ ബോയ്സും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഐ കോണ്ടാക്റ്റ്, നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിന്ന് സംസാരിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോഡി ലാംഗ്വേജിൽ വരുന്നതാണ്. ഇതൊക്കെ എല്ലാ ആൺകുട്ടികളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ചിലരുണ്ട് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മാത്രമായിരിക്കും സംസാരിക്കത്തുള്ളൂ, ചിരിക്കത്തോ ഒന്നും ഇല്ല. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റു ചിലർ. അവരാണെങ്കിൽ നേരെ നോക്കിയാൽ അപ്പം തന്നെ ചിരിച്ചു കാണിക്കുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നേരത്തെ എന്നൊക്കെയോ കണ്ട് പരിചയമുള്ള രീതിയിൽ ഓടി വന്ന് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ എല്ലാ ആൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ സ്വഭാവമുള്ള പെൺകുട്ടികളെ അവരെവിടെ കണ്ടാലും ശ്രദ്ധിക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ചിലർക്ക് മാത്രം ഉള്ള ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, കവിളാണ്. ചില പെൺകുട്ടികൾക്ക് നല്ല രീതിക്ക് കവിളുണ്ട്. ഇതാണെങ്കിൽ ഒട്ടുമിക്ക ആൺകുട്ടികൾക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ കവിളിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കവിളൊക്കെ ഉള്ള പെൺകുട്ടികൾ ഇഷ്ടമുള്ള ആൺകുട്ടികളും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്, എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ഒട്ടുമിക്ക ആൺകുട്ടികളും ഇതൊക്കെയായിരിക്കും ആദ്യം തന്നെ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതൊന്നും അറിയില്ല ആർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.